Welcome to BSc Main Physics, Semester 5, Paper 3 Electronics, Unit 3 Transistors. And today we see transistor alpha and beta, transistor gains, transistor alpha and beta. Today we see BSc Main Physics, Paper 3 Electronics, Transistors, class number 24. Let us say transistor alpha and beta. Transistor alpha and beta are the current amplification factors, gains of a transistor. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ രണ്ട് ഗെയിൻസ് ആണ് ഈ കറണ്ട് എത്രമാത്രം കൂടും. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ് ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറയുന്നത്. ട്രാൻസിസ്റ്റർ ആൽഫ ആൻഡ് ബീറ്റ ആർ ദി കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടേഴ്സ്, ഗെയിൻസ് ഓഫ് എ ട്രാൻസിസ്റ്റർ. ഇപ്പോൾ സി ബി ആയാലും സി ഇ ആയാലും സി സി ആയാലും എല്ലാത്തിനും ഒരു കറണ്ട് ഗെയിൻ ഉണ്ട്. നമുക്ക് ഔട്ട്പുട്ട് കറണ്ട് എപ്പോഴും ഇൻപുട്ടിനൊക്കെ കൂടുതലായിരിക്കും കറണ്ട്, അല്ലെങ്കിൽ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അത് ഗെയിൻ കാണുന്ന വ്യത്യാസപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ ശരി. അപ്പോൾ ആ ഗെയിൻ കാണുന്ന രീതി, എത്രമാത്രം കറണ്ട് വ്യത്യാസമുണ്ട്, കറണ്ട് ഗെയിൻ എത്രയുണ്ട്, ആംപ്ലിഫിക്കേഷൻ എത്രയുണ്ട്, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടേമാണ് ആൽഫ ആൻഡ് ബീറ്റ. അത് കോമൺ ബേസ് ട്രാൻസിസ്റ്ററും കോമൺ എമിറ്ററിനാണ്. കോമൺ കളക്ടറിന് ഗാമ നമ്മൾ പുറകെ പിടിക്കും. ആൽഫ ബീറ്റ ഗാമയുണ്ട്. ഇതിൽ ആൽഫയും ബീറ്റയാണ് ഇമ്പോർട്ടൻ്റ്. ആ രണ്ട് ഗെയിനാണ് ആദ്യമേ പറയുക. നമ്പർ 1, ട്രാൻസിസ്റ്റർ ആൽഫ. It is the current gain of a CB transistor. Alpha is IC by IB. ഒരു സി ബി ട്രാൻസിസ്റ്ററിൻ്റെ കറണ്ട് ഗെയിൻ ആണ് ആൽഫ. അത് ഐ സി ബൈ ഐ ഇ ആണ്. ഐ സി ബൈ ഐ ഇ. കാരണം ഇത് കോൺ ബേസ് ആണ്. കോൺ ബേസ് പറയുമ്പോൾ ഐ ബി നമ്മൾ ഈ ഇക്വേഷൻ എടുക്കാറില്ല. മറ്റേ രണ്ട് കറണ്ട് ഐ സിയും ഐ ആണ് എടുക്കുന്നത്. ആൽഫ ഇത് ഗെയിൻ ഓഫ് കോമൺ ബേസ് ട്രാൻസിസ്റ്റർ. ആൽഫ ഇസ് ഐ സി ബൈ ഐ ഇ. ഇക്വേഷൻ നമ്പർ 1. That is, alpha is the ratio of collector current to the emitter current. അപ്പോൾ ഐ സി ബൈ ഐ റേഷ്യോ ആണല്ലോ. അപ്പോൾ റേഷ്യോ ആയിട്ട് നമ്മൾ പറയുകയാണ് ആൽഫ ഇസ് ദ റേഷ്യോ ഓഫ് കളക്ടർ കറണ്ട് ടു ദി എമിറ്റർ കറണ്ട്. എന്ന് പറയും. അടുത്ത ലൈൻ, ഇത് നമ്മൾ ഡി സി വാല്യൂര് പറയുമ്പോഴാണ് അങ്ങനെ എഴുതുന്നത്. എ സി വാല്യൂര് ഇപ്പോൾ കറണ്ട് ചേഞ്ച് ആണെങ്കിൽ, ഈ ചേഞ്ച് ഇൻ കറണ്ട് ആണെങ്കിൽ നമ്മൾ എ സി എന്ന് പറയും. അതിന് ചേഞ്ച് ഇൻ കറണ്ടിന് ആൽഫ പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കി. ട്രാൻസിസ്റ്റർ ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ. ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ടു ദി റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ടു ദി ചേഞ്ച് ഇൻ എമിറ്റർ കറണ്ട്. ഈ ഡെൽറ്റ ഐ സി, ഡെൽറ്റ ക്യാപിറ്റൽ ഐ സി എന്നുള്ളത് നമ്മൾ ചേഞ്ച് ആകുമ്പോൾ അത് ഒരു നൊട്ടേഷൻ ഉണ്ട്. അതിന് നൊട്ടേഷൻ നമ്മൾ സ്മോൾ ലെറ്റർ ഐ സി എന്ന് കൊടുക്കും. സ്മോൾ ലെറ്റർ ഐ എന്ന് കൊടുക്കും. ചേഞ്ചിനെ എപ്പോഴും സ്മോൾ ലെറ്റർ എഴുതി സൂചിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഡെൽറ്റ ഐ സിയെ നമ്മൾ സ്മോൾ ഐ സി എന്ന് പറയും. ഡെൽറ്റ ഐ എ സ്മോൾ ഐ എന്ന് പറയും. അപ്പോൾ സ്മോൾ ഐ സി ബൈ സ്മോൾ ഐ, അതാണ് ആൽഫ. അത് എ സി വാല്യൂസിന് പറയുന്ന പേരാണ്. ഡി സി വാല്യൂ ആണെങ്കിൽ ഡെൽറ്റ വേണ്ട. എ സി വാല്യൂ ആണെങ്കിൽ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ എന്ന് പറയും. അതിൻ്റെ നൊട്ടേഷൻ സ്മോൾ ഐ സി ബൈ സ്മോൾ ഐ എന്ന് പറയും. അപ്പോൾ ഡെൽറ്റ ഐ സി ഇസ് ദ ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ആൻഡ് ഡെൽറ്റ ഐ ബി ഇസ് ദ ചേഞ്ച് ഇൻ എമിറ്റർ കറണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ആൽഫ എന്നുള്ള ഐ സി ബൈ ഇ ആണല്ലോ. അപ്പോൾ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഐ സി ഇസ് ആൽഫ ഐ എന്ന് കിട്ടും. ആൽഫ ഐ. എന്നാൽ ഈ മൈനോറിറ്റി കാരിയറിൻ്റെ ഒരു ചെറിയ കറണ്ട് കൂടി അവിടെ അക്കൗണ്ട് ചെയ്യേണ്ടതായിട്ട് വരും എല്ലാ ട്രാൻസിസ്റ്ററിനകത്തും. അപ്പോൾ അതുകൂടി കണക്കിലെടുത്താൽ നമ്മൾ എമിറ്റർ കറണ്ട് എഴുതുന്നത് ഇങ്ങനെയാണ്. ഐ ഇസ് ഈക്വൽ ടു ആൽഫ ഐ. ആ മുകളിൽ കാണുന്ന ഇക്വേഷൻ അതിൻ്റെ കൂടെ ഐ കൂടി ചേർക്കും. ബട്ട് ആക്ച്വലി ഐ ഇസ് ഈക്വൽ ആൽഫ ഐ പ്ലസ് ഐ എൽ.
വേർ IL ഈസ് ഫോർ ലീക്കേജ് കറണ്ട്. ട്രാൻസിസ്റ്ററിനകത്ത് കോൺ ബേസ് ട്രാൻസിസ്റ്ററിൽ ഒരു മൈനോറിറ്റി കാരിയർ മൂലം ഒരു ലീക്കേജ് കറണ്ട് ഉണ്ടാകും. ആ ലീക്കേജ് കറണ്ട് വളരെ ഫീബിളാണ്. അതുകൂടി പരിഗണിക്കുകയാണെങ്കിൽ ഇക്വേഷൻ കിട്ടുന്നത് IC ഈസ് ഈക്വൽ ടു IC ഈക്വൽ ടു ആൽഫ ഇ പ്ലസ് IL. ILനെ ലീക്കേജ് കറണ്ട് എന്ന് വിളിക്കും. ലാസ്റ്റ് ആവർത്തിക്കുകയാണ്. ബട്ട് ആക്ച്വലി IC ഈസ് ആൽഫ ഇ പ്ലസ് IL വേർ IL ഈസ് ദ ലീക്കേജ് കറണ്ട് or reverse current due to minority carriers. IL is very feeble. IL very feeble ആകുമ്പോൾ നമുക്ക് IC is alpha E എന്ന് കിട്ടും, അല്ലെങ്കിൽ ആൽഫ ഈസ് IC by I എന്ന് കിട്ടും. രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ ബീറ്റ എന്ന് പറഞ്ഞാൽ IC by IB ആണ്. ട്രാൻസിസ്റ്റർ ബീറ്റ IC by IB ആണ്. ഇറ്റ് ഈസ് ദി ഗെയിൻ ഓഫ് CE ട്രാൻസിസ്റ്റർ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് കളക്ടർ കറണ്ട് ടു ദി ബേസ് കറണ്ട്. അപ്പോൾ ആൽഫ പറയുമ്പോൾ IC by IE, ബീറ്റ പറയുമ്പോൾ IC by IB. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ആൽഫ ആയാലും ബീറ്റ ആയാലും അതിൻ്റെ മുകളിൽ IC എഴുതണം, താഴെ ബീറ്റ ആണെങ്കിൽ IB അങ്ങനെ പറയണം. അപ്പോൾ ആൽഫ ആണെങ്കിൽ IE എന്ന് പറയണം. അപ്പോൾ ഈ ബീറ്റയുടെ ഡെഫിനിഷൻ പഠിച്ചാൽ ആൽഫയുടെ ഡെഫിനിഷനും ഓർത്തിരിക്കുക. റേഷ്യോയിൽ എപ്പോഴും IC ആയിരിക്കും മുകളിൽ. ആൽഫ ആയാലും ബീറ്റ ആയാലും IC ആയിരിക്കും മുകളിൽ. ഈ ബീറ്റ ആകുമ്പോൾ IC by IB, അപ്പോൾ ആൽഫ ആകുമ്പോൾ IC by IE. IA ഇല്ലല്ലോ, IC by IE എന്ന് പറയും. അങ്ങനെ പഠിക്കുക. ബീറ്റ ആണെങ്കിൽ IC by IB. ബീറ്റ പഠിച്ചിട്ട് ആൽഫ ഓർക്കാൻ ശ്രമിക്കുക. ഇനി AC വാല്യൂസിലാണെങ്കിൽ എന്ത് പറയുന്നു നോക്കി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ AC വാല്യൂസ് ആണെങ്കിൽ ഫോർ AC വാല്യൂസ് ബീറ്റ ഇസ് ഡെൽറ്റ IC by ഡെൽറ്റ IB. AC ആകുമ്പോൾ നമ്മൾ ചേഞ്ച് ആയിട്ട് പറയണം, ഡെൽറ്റ IC by ഡെൽറ്റ IB. ദ വാല്യൂ ഓഫ് ആൽഫ ഈസ് ഫ്രം 0.95 to 0.99, അല്ലെങ്കിൽ 0.9 എടുത്താലും മതി. 0.9 to 0.99. ആൽഫയുടെ വാല്യൂ എപ്പോഴും ഒന്നിൽ താഴെയാണ്. അത് 0.98 to 0.95 to 0.99 എന്ന് സാധാരണ കേസിൽ പറയും. ഒരു 0.9 എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. 0.9 to 0.99 അതാണ് ആൽഫയുടെ റേഞ്ച്. വാല്യൂ ബീറ്റ ഈസ് ഫോർ 20 to 500, 20 അല്ലെങ്കിൽ 15 വരാം. 20 to 500 ആണ് ബീറ്റയുടെ വാല്യൂ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ. ആൽഫയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഇവിടെ ആൽഫയും ബീറ്റയും തമ്മിൽ ഒന്നിൽ കൂടുതൽ റിലേഷൻ ഉണ്ട്. ഇവിടെ നോക്കിയേ, വി നോ I is IC plus IB dividing by IC. IE by IC equal to 1. IC by IC 1 plus IB by IC. That is IE by IC is 1 by alpha. 1 by alpha is equal to 1 plus 1 by beta. ഇതാണ് ആൽഫയും ബീറ്റയും തമ്മിലുള്ള ഫസ്റ്റ് റിലേഷൻ. ഇനി വീണ്ടും നമ്മൾ ഈ 1 by ആൽഫ എഴുതുകയാണ്. അപ്പോൾ RHSൽ LCM കണ്ട് കൂട്ടുമ്പോൾ ബീറ്റ പ്ലസ് 1 ബൈ ബീറ്റ എന്ന് കിട്ടും. ബീറ്റ പ്ലസ് 1 ബൈ ബീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ബൈ ബീറ്റ പ്ലസ് 1. ഓൾ ആൽഫ ഈസ് ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ. അത് രണ്ടാമത്തെ റിലേഷനായിട്ട് പരിഗണിക്കാവുന്നതാണ്, ആൽഫയും ബീറ്റയും തമ്മിലുള്ള. പിന്നെ വീണ്ടും സിമിലർലി 1 ബൈ ബീറ്റ മുകളിലത്തെ റിലേഷൻ എഴുതാൻ പറ്റും. 1 ബൈ ബീറ്റ ഈസ് 1 ബൈ ആൽഫ മൈനസ് 1. 1 by beta is equal to alpha LCM 1 minus alpha, or beta is alpha by 1 minus alpha. അപ്പോൾ ഈ ആൽഫയും ബീറ്റയും തമ്മിലുള്ള ബെസ്റ്റ് റിലേഷൻ ഈ അവസാനം പറയുന്നതാണ്. ബീറ്റ ഇസ് ഈക്വൽ ആൽഫ ബൈ 1 മൈനസ് ആൽഫ. അത് പ്രത്യേകം ഓർക്കണം. ആൽഫയും ബീറ്റയും തമ്മിൽ പല റിലേഷൻ ഉണ്ട്.
പല ഇക്വേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താഴെ എഴുതിയിരിക്കുന്നതാണ്. ആ മുകളിൽ കാണുന്നത് ചിലപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. ആൽഫ ഈസ് ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ. പിന്നെ ബീറ്റ ആണെങ്കിൽ ആൽഫ ബൈ 1 മൈനസ് ആൽഫ. അതാണ് ഒരു ബെറ്റർ റിലേഷനായിട്ട് കരുതുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിഫൈൻ ആൽഫ ആൻഡ് ബീറ്റ ഓഫ് എ ട്രാൻസിസ്റ്റർ, ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. Define alpha and beta of a transistor, derive the relationship between them. ഇനി അപ്പോൾ ഇത് നമ്മൾ സി ബി ട്രാൻസിസ്റ്ററിൻ്റെയും സി ട്രാൻസിസ്റ്ററിൻ്റെയും കേസാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഒരു സി സി ട്രാൻസിസ്റ്റർ കൂടി ഉണ്ടല്ലോ, കോമൺ കളക്ടർ. അതിനും ഗെയിൻ ഡിഫൈൻ ചെയ്യാറുണ്ട്. അതിനെ ഗാമ എന്നാണ് വിളിക്കുന്നത്. സോ ട്രാൻസിസ്റ്റർ ഗാമ. അടുത്ത മൂന്നാമത്തെ ഗെയിനാണ്. നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടില്ല. ഹെഡിങ് ആൽഫയും ബീറ്റയും ആണ്. അതാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഗാമയും പഠിക്കേണ്ടതാണ്. ട്രാൻസിസ്റ്റർ ഗാമ, ഇറ്റ് ഈസ് ദ കറണ്ട് ഗെയിൻ ഓഫ് സി സി ട്രാൻസിസ്റ്റർ, കോമൺ കളക്ടർ ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്റർ പൂർണ്ണമായിട്ട് എഴുതുക. ദാറ്റ് ഈസ് ഗാമ ഈസ് ഐ ഇ ബൈ ഐ ബി. ഗാമ ആകുമ്പോൾ താഴെ ഐ ബി ആണ്, ബീറ്റയുടെ പോലെ മുകളിൽ ഐ ഇ ആണ്. അപ്പോൾ ഇത് വെച്ച് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു 4 പ്രധാനപ്പെട്ട റിലേഷൻസാണ് ഉള്ളത്. 2 പഠിച്ചാൽ എല്ലാം ചെയ്യാം. ഒന്നാമത്തെ അവസാനത്തെ പഠിച്ചാൽ മതി. അതായത് ഒന്നാമത്തെ റിലേഷൻ ഐ ഈസ് ഐ സി പ്ലസ് ഐ ബി. രണ്ടാമത്തെ ആൽഫ ഈസ് ഐ സി ബൈ ഐ ഇ. ബീറ്റ ഈസ് ഈക്വൽ ഐ സി ബൈ ഐ ബി. പിന്നെ ബീറ്റ ഈസ് ആൽഫ ബൈ 1 മൈനസ് ആൽഫ. അപ്പോൾ ഇവിടെ നമുക്ക് ഉള്ളത് പിന്നെ എത്ര പാരാമീറ്റർ ഉണ്ടെന്ന് നോക്കിയേ. 3 കറണ്ട്, ഐ ഇ, ഐ സി, ഐ ബി. 2 ആൽഫയും ബീറ്റയും കൂടി. അപ്പോൾ 5 പാരാമീറ്റേഴ്സ് ഉണ്ട്, 5 വാല്യൂസ് ഉണ്ട്. ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 വാല്യൂ തന്നിട്ട് ബാക്കി 3 വാല്യൂ കണ്ടുപിടിക്കാനായിരിക്കും. എക്സാമിനേഷന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിൻ്റെ പാറ്റേൺ ഇതാണ്. ഈ ഇത്രയും റിലേഷൻ 4 റിലേഷൻ പഠിക്കുക. ഏതൊക്കെ 4 റിലേഷൻ? ഐ ഈസ് ഈക്വൽ ടു ഐ സി പ്ലസ് ഐ ബി, ആൽഫ ഈസ് ഈക്വൽ ടു ഐ സി ബൈ ഐ ഇ, ബീറ്റ ഈസ് ഈക്വൽ ടു ഐ സി ബൈ ഐ ബി, ബീറ്റ ഈസ് ആൽഫ ബൈ 1 മൈനസ് ആൽഫ. അല്ലെങ്കിൽ ആൽഫയുടെ ഇക്വേഷൻ പഠിച്ചാലും മതി, ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ. അപ്പോൾ ഇങ്ങനെ 4 റിലേഷൻ പഠിച്ചാൽ ഇനിയുള്ള പ്രോബ്ലങ്ങൾ എല്ലാം ചെയ്യാൻ പറ്റും. ഓരോ പ്രോബ്ലത്തിലും വരുന്ന രീതി 2 വാല്യൂ തരും ഏതെങ്കിലും. ഒന്നുകിൽ ഐ സി ഐ ബി തരും, എന്നിട്ട് ബാക്കി 3 ഐ ഇ, ആൽഫ, ബീറ്റ എന്താണ്. അല്ലെങ്കിൽ ആൽഫയും ഐ സിയും തരും, ബാക്കി ഐ ബി, ഐ ഇ, ബീറ്റയെ കണ്ടുപിടിക്കാൻ തരും. 5 പാരാമീറ്റേഴ്സിൽ 5 വാല്യൂസിൽ ഏതെങ്കിലും 2 തന്നിട്ട് ബാക്കി 3 കണ്ടുപിടിക്കുന്ന രീതിയിലാണ് നമ്മുടെ പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്കൊരു ഫസ്റ്റ് പ്രോബ്ലം നോക്കാം എന്താണെന്നുള്ളത്. ഫസ്റ്റ് പ്രോബ്ലം, the values of base current and collector current are 50 microampere, mu ampere ആണ്. 50 microampere and 2 microampere, 2 milliampere respectively. Read it again. The value of base current and emitter current are 50 microampere and 2 milliampere respectively for a transistor. Find alpha, beta and IC. അപ്പോൾ 2 വാല്യൂ തന്നിട്ടുണ്ട്, ബാക്കി 3 വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഈ ലുക്ക്, ഐ ബി ഈസ് 50 മൈക്രോആമ്പിയർ, അതിനെ മില്ലി ആമ്പിയർ ആക്കണം. മില്ലി ആമ്പിയർ ആക്കാൻ 10⁻³ കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എല്ലാം നമ്മൾ ഈ മില്ലി ആമ്പിയറിലാക്കി വേണം ചെയ്യാനായിട്ട്. മൈക്രോ ആമ്പിയറിനെ മില്ലി ആമ്പിയർ ആക്കാൻ 10⁻³ മൾട്ടിപ്ലിക്കേഷൻ. ഐ ഈസ് ഈക്വൽ ടു 2 മില്ലി ആമ്പിയർ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ? ആൽഫ, ബീറ്റ, ഐ സി ആണ്. അപ്പോൾ ഐ സി കാണാൻ ഫസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതിയല്ലോ. ഐ ഈസ് ഈക്വൽ ഐ സി പ്ലസ് ഐ ബി, or I is equal to I minus IB, that is 2 minus 0.5. 50 മൈക്രോആമ്പിയറിനെ നമ്മൾ മില്ലി ആമ്പിയർ ആക്കുമ്പോൾ 0.5 കിട്ടും. അപ്പോൾ കുറക്കുമ്പോൾ 1.95 മില്ലി ആമ്പിയർ, 1.95 മില്ലി ആമ്പിയർ. ഇനി ആൽഫ കാരണം ആൽഫ ഈസ് ഐ സി ബൈ ഐ ഇ, 1.95 by 2, 0.975. ബീറ്റ ഈസ് ഈക്വൽ ടു ഐ സി ബൈ ഐ ബി, that is 1.95 by 0.05 equal to 195 by 5 is equal to 39. അടുത്ത പ്രോബ്ലം,
A transistor has alpha is equal to 0.98, IB is equal to 100 microampere. Find ICI and beta given ICBU equal to 2 microampere. ICBU എന്ന് പറഞ്ഞാൽ ലീക്കേജ് കറണ്ട് എന്നാണ് പറഞ്ഞത്. ലീക്കേജ് കറണ്ട് IL എന്നും പറയാം. ICBU is 2 microampere. എന്താണ് ICBU എന്ന് പറഞ്ഞാൽ കളക്ടർ ടു ബേസ് കറണ്ട് വെൻ എമിറ്റർ ഈസ് ഓപ്പൺ. കളക്ടർ ടു ബേസ് കറണ്ട് വെൻ എമിറ്റർ ഈസ് ഓപ്പൺ, അങ്ങനെയാണ് ICBയുടെ അർത്ഥം. കളക്ടർ ടു ബേസ് കറണ്ട് വെൻ എമിറ്റർ ഈസ് ഓപ്പൺ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് IL, ലീക്കേജ് കറണ്ട്. അപ്പോൾ ലീക്കേജ് കറണ്ട് കൂടി പരിഗണിച്ചിട്ട് വേണം നമുക്ക് IC ഒക്കെ കണ്ടുപിടിക്കാനായിട്ട്. ഗിവൺ IB ഈസ് 100 മൈക്രോആംപിയർ, അതിനെ മില്ലി ആംപിയർ ആക്കുമ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 0.1 മില്ലി ആംപിയർ. ആൽഫ ഈസ് 0.98. ബീറ്റ ആൽഫ ബൈ 1 മൈനസ് ആൽഫ എന്നുള്ള ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് 0.98 by 1 minus 0.98. That is 0.98 by 0.02. 98 by 2. That is equal to 49. പിന്നെ IC ബീറ്റ IB 49 into 0.1 4.9 MA. ഇനി 4.9 MA. അതുപോലെ ഇത് നമുക്ക് പിന്നെ ആക്ച്വൽ IC കാരണം പിന്നെ IE കാണാൻ IC ബൈ ആൽഫ എടുത്താൽ മതി. IE കാണണം IC ബൈ ആൽഫ, അങ്ങനെ എടുക്കുമ്പോൾ 0.5 MA എന്ന് കിട്ടും. 0.5 MA എന്ന് കിട്ടും. IC 4.9 ആണ്. പിന്നെ IE ദാറ്റ് ഈസ് IC പ്ലസ് IB, അത് 0.5 MA എന്ന് കിട്ടും. ഇനി ആക്ച്വൽ വാല്യൂ ഓഫ് IC കാരണം ആക്ച്വൽ വാല്യൂ ഓഫ് IC അതെങ്ങനെയാണെന്ന് നോക്ക്. ആക്ച്വൽ വാല്യൂ ഓഫ് IC കണ്ടുപിടിക്കണം. IC actual is alpha E plus ICBU. Alpha is equal to 0.98, I is equal to 5 milliampere plus 2 microampere, which is 0.002 milliampere. 4.9 plus 0.002, that is 4.902 milliampere. അപ്പോൾ ICക്ക് രണ്ട് വിലയാണ്. നമുക്ക് നേരത്തെ കിട്ടിയ 4.9 milliampere, പിന്നെ പുതിയ വാല്യൂ, അതായത് ഈ ലീക്കേജ് കറണ്ട് കൂടി കൂട്ടി ഉള്ള വില 4.902 milliampere. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനാണ് പറയുന്നത് the current amplification factor of a transistor is 0.92. Find beta IE and IC if beta IB and IC if I is equal to 1 milliampere. I ആണ് 1 milliampere എന്നിരിക്കുന്നത്. Beta is alpha by 1 minus alpha equal to 0.92 by 1 minus 0.92, that is 0.92 by 0.08, that is 11.5. That is the value of beta. Now alpha is IC by IE. IC is alpha IE 0.98 into 1 equal to 0.92 milliampere. 0.92 into 1, 0.92 milliampere. IB is IC by beta, that is 0.92 by 11.5 is equal to 0.08 milliampere. ബീറ്റ ആണെങ്കിൽ IC ബൈ IB അപ്ലൈ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, അതൊരു ഹോംവർക്ക് പോലെ കൊടുത്തിരിക്കുന്നതാണ്, ചെയ്യാവുന്നതേ ഉള്ളൂ. ഫോർ എ ട്രാൻസിസ്റ്റർ ബീറ്റ ഈസ് 100,
find IC, IE, alpha if I is equal to 5 milliampere, I is 5 milliampere. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതോടെ താഴെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൽഫ ഈസ് ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ, ദാറ്റ് ഈസ് 100 ബൈ 1 പ്ലസ് 100, 100 ബൈ 101.99. അതാണ് ആൽഫയുടെ വാല്യൂ. ആ ബ്രാക്കറ്റിനകത്തുള്ള ഉത്തരത്തിനകത്തുണ്ട് ആൽഫ 0.99. പിന്നെ ഐ സി ഇസ് ആൽഫ ഇ ഈക്വൽ 0.99 ഇൻറ്റു 5, 4.95 MA. അതും ഉണ്ട് ബ്രാക്കറ്റിനകത്ത്, ആൻസറായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐ ബി ഇസ് ഈക്വൽ ഐ ഇ മൈനസ് ഐ സി, 5 മൈനസ് 4.95.05 MA, 0.05 MA. ദാറ്റ് ഈസ് വാല്യൂ 5B. അല്ലെങ്കിൽ ഐ ബി ഇസ് ഈക്വൽ ഐ സി ബൈ ബീറ്റ എന്നുള്ള ഇക്വേഷൻ വെച്ചും കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ ട്രാൻസിസ്റ്റർ ഐ സി ഇസ് 5 MA, ആൽഫ ഇസ് 0.98, ഫൈൻഡ് ബീറ്റ ഐ ആൻഡ് ഐ ബി. അപ്പോൾ അതിൻ്റെ ആൻസറിൽ കൊടുത്തിട്ടുണ്ട് ബീറ്റ 49, ഐ ബി ഇസ് 0.09, ഐ ഇസ് 5.09. അപ്പോൾ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീറ്റ ഇസ് ആൽഫ ബൈ 1 മൈനസ് ആൽഫ, 0.98 ബൈ 1 മൈനസ് 0.98 ഈക്വൽ 0.98 ബൈ 0.02, 98 by 2, 49. I is equal to IC by alpha, that is 5 by 0.98, 5.1. Alpha is IC by I എന്നുള്ള ഇക്വേഷൻ. പിന്നെ IB is IE minus IC equal 5.1 minus 5 equal 0.1 MA. 0.1 MA which is equal 100 microampere. അങ്ങനെ എഴുതാം. അടുത്ത പ്രോബ്ലം, in a transistor I is equal to 3 MA, IB is 25 microampere, find alpha, beta and IC. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കി എഴുതാവുന്നതാണ്. സിമ്പിളാണ് കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, in a C transistor with the collector at 2 volt, the base current is increased from 1 microampere to 100 microampere to 150 microampere. Then the collector current increases. Find the value of beta if the collector current increases. Collector current changes from changes from 5 milliampere to 10 milliampere. സോ ഹിയർ ഇവിടെ ചേഞ്ച് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ചേഞ്ചിൻ്റെ ഫോർമുല വേണം എടുക്കാൻ. ബീറ്റ ഈസ് ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 10 മൈനസ് 5. ആ കറണ്ടിൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കണം. 5 MA. ഡെൽറ്റ ഐ ബി 150 മൈനസ് 100, 50 മൈക്രോആംപിയർ ഈക്വൽ ടു 0.05 milliampere. ബീറ്റ ഈസ് ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി 5 by 0.05 ഈക്വൽ ടു 100. That is all with your 24th lecture on electronics. We continue in the next class. Thank you very much.